എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ബട്ടർ മസാലയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ 200 ഗ്രാമോളം ചിക്കൻ എടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടിയും, ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 10 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറോളം ഇത് വെച്ചേക്കണം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ സാധാരണ വറുത്ത് കോരും പോലെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു 3 മിനിറ്റോളം മതി ഒരു സൈഡ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മറു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് 2 സൈഡും വെന്ത് കിട്ടും. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ബാക്കി വന്ന ചിക്കനും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ അതും കൂടി ചേർക്കണം കേട്ടോ. ഈ സവാളയുടെ കൂടെ തന്നെ നമ്മൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടുമ്പോൾ നമ്മൾ ഒരു പച്ചമുളകും കൂടി ചേർക്കണം. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം ചേർക്കണം. ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. പച്ചമുളകും കൂടി ചേർത്ത് ഒരു 10 കാഷ്യൂനട്ട് കൂടി ചേർത്ത് നമ്മൾ ഇത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ. കാഷ്യൂനട്ട് ചേർക്കണം, എങ്കിലേ ആ ചിക്കൻ ബട്ടർ മസാലയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി അതിന് ശേഷം നമ്മൾ 2 ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 ടൊമാറ്റോ, വലുതാണെങ്കിൽ ഒരു വലിയ ടൊമാറ്റോ എടുത്ത് അതും കൂടി ഇതിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. എന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിടണം, അതുപോലെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോയൊക്കെ വെന്ത് ഉടഞ്ഞിട്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് മിക്സി നമ്മൾ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് കസ്തൂരി മേത്തി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കസ്തൂരി മേത്തി ഇടണം കേട്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കുറച്ച് മതി. തിളച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇതിലോട്ട് ഇട്ട് അടച്ച് വെച്ച് ഈ ചെറുതായിട്ടൊന്ന് കുറുകുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചെടുക്കുക. എങ്കിലേ ആ കൂട്ടെല്ലാം ചിക്കനിലോട്ട് പിടിക്കത്തുള്ളൂ. ഇത് നമ്മുടെ രുചികരമായ ചിക്കൻ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റ്